ഈ കോലും പിടിച്ച് വളരെ വ്യത്യസ്തമായ വേഷം ധരിച്ചിരിക്കുന്ന ഈ ചേട്ടനോട് ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാ വാ പറയാം. ഞങ്ങളിപ്പോൾ ഉള്ളത് പോവോ ഫെസ്റ്റിവലിലാണ്. കാനഡയിലെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി അവരുടെ ഹെറിറ്റേജ്, സ്പിരിച്വാലിറ്റി ആൻഡ് യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഗ്യാതറിംഗ് ആണ് ഈ പോവോ. ഇത്തവണത്തെ പോവോ നടന്നത് സ്കുഗോഗ് ഐലൻഡിലാണ്. ടൊറന്റോയിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ ദൂരമുണ്ട് ഈ സ്കുഗോഗ് ഐലൻഡിലേക്ക്. വളരെ എലാബറേറ്റ് ആയിട്ടാണ് ഈ ഇൻഡിജിനസ് ആളുകൾ ഈ പോവോ ഫെസ്റ്റിവലിൽ ഡ്രസ്സപ്പ് ചെയ്യാറ്. റജാലിയ എന്നാണ് ഇവരുടെ ഈ ഡ്രസ്സിനെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി, അതുപോലെ ഹെറിറ്റേജ്, ക്ലാൻ, പേഴ്സണൽ ഹിസ്റ്ററി, ആ ഡാൻസറിന്റെ സ്പിരിറ്റ്, ഇതെല്ലാം അവരിതിൽ ഉൾപ്പെടുത്തും. ഈ ഇവന്റിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഡ്രംസും അതുപോലെ കുറച്ച് സിംഗേഴ്സും ആണ്. ഈ ഡ്രംസ് അവരൊരു ജസ്റ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല കാണുന്നത്. ഈ ഡ്രംസ് ആണ് ഇവരുടെ ആൻസിസ്റ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുപോലെ സ്പിരിച്വൽ വേൾഡിലേക്കൊക്കെ ഇവരെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡ്രംസ് ആണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രംസ് കൊട്ടുന്നത് വളരെ സീക്രട്ട് ആണെന്നാണ് ഇവരുടെ ബിലീഫ്. ഒരു പോവോയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ എറ്റിക്യൂട്ട്സ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഫോട്ടോസ് ആൻഡ് വീഡിയോസിന് പെർമിഷൻ എടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആൽക്കഹോൾ, ഡ്രഗ്സ്, അതുപോലെ ഫയർ ആംസ് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാനോ കൊണ്ടുവരാനോ പാടില്ല. ഇതിന് പ്രധാന കാരണം ഈ പോവോ നടക്കുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇവരുടെ മാസ്റ്റർ ഓഫ് സെറിമണി പറയുന്ന അനൗൺസ്മെന്റ്സ് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. പബ്ലിക്കിന് ഇവരുടെ കൂടെ ഡാൻസിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. വേറൊരു എറ്റിക്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ പെറ്റ്സ് ഒന്നും അലൗഡ് അല്ല ഈ പോവോല്. ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവരിൽ നിന്ന് അവരൊരു ലക്കി വിന്നറൊക്കെ എടുക്കും. അവർക്കൊരു സ്പെഷ്യൽ സമ്മാനമൊക്കെ കൊടുക്കും. എനിക്കെന്തോ നല്ല ഭാഗ്യമുള്ളത് കാരണം എനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല. നമ്മൾ കളിച്ച് തിരിച്ചു വന്നു. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പെൻസിലൊക്കെ വാങ്ങി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് അവരുടെ ക്ലോസിങ് സെറിമണി. ക്ലോസിങ് സെറിമണിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇടയിൽ ഞങ്ങൾ കുറച്ച് വെൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. വളരെ രസകരമായ ഒരു ഈവനിങ് തന്നെയായിരുന്നു അത്. നിങ്ങൾക്കും അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഫെസ്റ്റ് തന്നെയാണ് പോവോ.